ഹായ്, നമുക്കെങ്ങനെ ഫിലമെൻറ്റിൻ്റെ കോസ്റ്റ് കുറച്ച് നിർത്താം എന്നുള്ളൊരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ബാംബു ലാബിൻ്റെ ഫിലമെൻ്റാണ്. ഇപ്പം ബാംബു ലാബിൻ്റെ ഫിലമെൻറ്റ് വാങ്ങിക്കുന്നതിന് നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട്. നമുക്കൊന്നിൽ റീയൂസബിൾ സ്പൂളാണ് ഇവരുടെ വരുന്നത്. അപ്പം നമുക്ക് സ്പൂളിൽ മേടിക്കാം, അല്ലാതെ തന്നെ നമുക്ക് അതായത് റീഫില്ലായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ബാംബു ലാബിൻ്റെ സ്പൂൾ വരുന്നത്. ഇത് നമുക്ക് റീയൂസബിൾ സ്പൂളാണ്. റീയൂസബിൾ സ്പൂൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഹാഫായിട്ട് വെച്ചിട്ട് നമുക്കിവിടെ പുതിയ സ്പൂൾ നമ്മൾ റീഫില്ല് മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീഫില്ല് മേടിച്ച് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു റീയൂസബിൾ റീഫില്ലിൻ്റെ ഇതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതായത് ബാംബു ലാബിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെക്ക് ഉണ്ടാവും. ഓക്കെ, ഇതിനെ കാണിക്കും. ഇത് ബാംബു ലാബിൻ്റെ PLA ബേസിക് ഓറഞ്ചാണ്. ഇത് 1 kg റീയൂസ് സ്പൂളാണ്. അപ്പോൾ ഇത് നമ്മൾ റീയൂസ് സ്പൂൾ എങ്ങനെ വരുന്നതെന്ന് നോക്കിയാൽ ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുക. അപ്പോൾ ഇവരുടെ ഒരു RFID സിസ്റ്റം ഉണ്ട്. അതായത് ബാംബു ലാബിൻ്റെ ഫിലമെൻറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ RFID സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഏത് മെറ്റീരിയലാണ്, പിന്നെ മെറ്റീരിയൽ അതായത് അതിൻ്റെ നമ്മൾ യൂസേജൊക്കെ എത്ര മെറ്റീരിയൽ റിമൈനിങ് ആണെന്നൊക്കെ ഇതറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്, എങ്ങനെ സ്പൂളിൽ നമുക്ക് ലോഡ് ചെയ്ത് ചെയ്യാന്നുള്ളത് ഇതിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റീയൂസ് സ്പൂൾ വരുന്നത്. ഇതിനകത്ത് പ്രശ്നം ഇതാണെന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പൂളിൻ്റെ കാശ് കൊടുക്കണം. നമുക്ക് സ്പൂളിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും ഇതിനകത്ത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ടൊരു നൈഫ്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു RFID സിസ്റ്റം ഉണ്ടാവും. ഈ RFID ടാഗാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്തെങ്കിലും റിമൈനിങ് ആണ് അതൊക്കെ നമുക്കിത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നത്. പിന്നെ ഏതാണ് നമ്മളിത് ഫിലമെൻറ്റ് നമ്മൾ മെഷീനിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഏതാണ് ഫിലമെൻറ്റ് എന്നെല്ലാം അത് മെറ്റീരിയൽ അതിനുള്ള പാരാമീറ്റർ എല്ലാം അത് ഇപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് സെറ്റ് ചെയ്തോളും. ഓക്കെ, നമുക്കിതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നോച്ച് പോയിൻ്റാണ്. ഈ നോച്ച് നമ്മുടെ സ്പൂളിൻ്റെ നോച്ചിൽ, അതായത് സ്പൂളിന് ഇതുപോലൊരു നോച്ച് ഉണ്ടാവും, ഇതുമായിട്ട് മാച്ച് ആവണം. അതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മളിങ്ങനെ സ്ട്രൈപ്സ് ആണ്, ഇതുപോലെ പ്ലാസ്റ്റിക് ഇതുണ്ടാവും. ഇത് നമ്മൾ ഇപ്പോൾ റിമൂവ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞ്, അതായത് നമ്മൾ സ്പൂൾ ലോഡ് ചെയ്ത് ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ട് മാത്രമേ അത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. സോ അത് നമ്മൾ ഇത് മാച്ച് ആകുന്ന പോലെ, ഈ നോച്ച് ഇതിൽ മാച്ച് ആകുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലവിടെ പോയി ലോക്ക് ആയിക്കോളും. സോ അത് ആ ഹാഫ് ഓക്കെ ആയി. ഇനി അടുത്ത ഹാഫ് നമ്മൾ ഇതിൽ വെക്കുന്നു, ലോഡ് ചെയ്യുന്നു. ഇത് ജസ്റ്റ് അത് വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. ആ പൊസിഷൻ കിട്ടാനായിട്ടാണ് പാട്. ഓക്കെ, അതിൻ്റെ നമ്മൾ ലോഡ് ചെയ്ത് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് ഇപ്പം ഇത് ഫ്ലാറ്റ് രണ്ട് സൈഡും ഓക്കെ ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് കയറിയത് നോച്ചിൽ കയറിയിട്ടുണ്ട് കൃത്യമായിട്ട്. ഇനി അത് വെച്ചിട്ട് ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിറ്റായി, അതായത് അത് കറക്റ്റ് അതിൻ്റെ നോച്ചിൽ പോയി ഫിറ്റായി. ഇതിനി നമുക്ക് മെഷീനിൽ ലോഡ് ചെയ്യാൻ പറ്റും. ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് ഇതൊന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും അവസാനമായി നമ്മൾ ഈ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ സ്പൂൾ ഫുള്ള് വെളിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സ്പൂളിൽ ഫിറ്റായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാം. 4 പ്ലാസ്റ്റിക് ഇതിൻ്റെ ഇത് വെച്ചിട്ടുണ്ടാവും, ഹോൾഡ് ചെയ്യാനായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. കേട്ടോ, ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പൂള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റീയൂസബിൾ മേടിക്കുന്നതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഫിലമെൻറ്റിൽ നമ്മൾ സ്പൂളിൻ്റെ കോസ്റ്റിനും സ്പൂള് വെച്ച് മേടിക്കുന്നതിൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തേത് നമുക്കധികം അതായത് നമ്മളിപ്പോൾ കുറേ സ്പൂളിങ്ങനെ വീട്ടിലിങ്ങനെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഇത് കുറയ്ക്കാനും പറ്റും. ഇങ്ങനെ രണ്ട് അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെ റീഫില്ല് മേടിച്ച് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ബാംബു ലാബിൻ്റെ ഫിലമെൻറ്റ് വാങ്ങിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു RFID ടാഗ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് എന്തേലും മെറ്റീരിയൽ റിമൈനിങ് ആണ്, പിന്നെ നമ്മളിപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അതനുസരിച്ച് നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പാരാമീറ്റർ എല്ലാം അതനുസരിച്ച് സെറ്റ് ചെയ്തോളും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, താങ്ക് യു.